കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാരുടെ ഉൾപ്പെടെ പ്രമുഖ വ്യക്തികളുടെ വീടുകൾ സന്ദർശിച്ചു. കോഴിക്കോട് തളി ക്ഷേത്രത്തിലും മാടായിക്കാവിലും പറശ്ശിനിക്കടവിലും ദർശനം നടത്തി. ഒരേ സമയം രാഷ്ട്രീയ നേതാവിന്റെയും സിനിമാ താരത്തിന്റെയും പരിവേഷത്തിലായിരുന്നു സുരേഷ് ഗോപി. രാവിലെ 6:30 തളി ക്ഷേത്ര ദർശനം, മുൻകൂട്ടി നേർന്ന നേർച്ചകൾ, പൂജകൾ, ദൈവങ്ങൾക്ക് മുന്നിലെല്ലാം അകമഴിഞ്ഞ പ്രാർത്ഥന. അപ്രതീക്ഷിത സന്ദർശനമാണെങ്കിലും ചുറ്റിലും ആരാധകർ. പ്രാർത്ഥനയ്ക്കും വഴിപാടുകൾക്കും ശേഷം BJP ഓഫീസിലേക്ക്. അതൊക്കെ പിന്നെ അതിനുള്ള വേദിയല്ല. ഇന്ന് ഇ.കെ. നായനാരുടെ വീട്ടിൽ സന്ദർശിക്കുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ വഴിക്കൊന്ന് സഞ്ചരിച്ചോട്ടെ. പിന്നീട് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രന്റെ വസതിയിലേക്ക്. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ, ജോയിന്റ് മാനേജിംഗ് എഡിറ്റർ PV നിതീഷ്, അന്തരിച്ച മാതൃഭൂമി ഡയറക്ടർ PV ഗംഗാധരന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം കണ്ണൂരിലേക്ക്. കണ്ണൂർ മാടായിക്കാവിലെത്തി തൊഴുതു. പറശ്ശിനിക്കടവ് മടപ്പുരയിലെത്തി പ്രാർത്ഥിച്ചു. കല്യാശ്ശേരിയിൽ ഇ.കെ. നായനാരുടെ വീട്ടിലെത്തി. ശാരദ ടീച്ചറും മകൻ കൃഷ്ണകുമാറും സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. ശാരദ ടീച്ചർ എഴുതിയ ഓർമ്മകളിൽ എൻ്റെ പ്രിയ സഖാവ് എന്ന പുസ്തകം സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചു. ഊണ് കഴിച്ച് മടക്കം. അമ്മ അമ്മ നീ വിളിക്കുള്ളൂ, അങ്ങനെ സഖാവിന് അച്ഛനെ പറയുള്ളൂ. ആ അച്ഛൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ സഖാവിൻ്റെ ആ നിഷ്കളങ്കത, അതാണ് സഖാവിൻ്റെ നിഷ്കളങ്കത. അയാൾ പലതിലും കാണുന്നുണ്ടല്ലോ, പ്രസംഗത്തിലായാലും എഴുത്തിലായാലും. എഴുത്തുകാരൻ T. പത്മനാഭന്റെ വീട്ടിലേക്ക് എത്തിയ സുരേഷ് ഗോപിയെ പുസ്തകം നൽകി സ്വീകരിച്ചു. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്, വളരെ മുമ്പേ ഉള്ള ബന്ധമാണ്. ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം BJPയുടെ മന്ത്രിയല്ല, നാട്ടുകാരുടെ ജനങ്ങളുടെ മന്ത്രിയാണ്. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് പറയേണ്ട ആവശ്യമുണ്ടോ, ഞാൻ അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ. പയ്യാമ്പലത്തെ KG മാരാർ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന. കണ്ണൂർ വരുമ്പോഴേ സുരേഷ് ഏട്ടാ എത്രമാത്രം ഒരു പ്രതീക്ഷ സന്തോഷമൊക്കെ കണ്ണൂർ വരുമ്പോൾ, കണ്ണൂരിന്റെ മണ്ണിൽ വരുമ്പോൾ സുരേഷ് ഏട്ടാ കണ്ണൂരും കൂടി ഇങ്ങനെ തരണം. ഒന്നും കൂടി വന്നാ മതിയോ? ഇടക്കിടക്ക് വരണ്ടേ? എന്റെയും കൂടിയല്ലേ കണ്ണൂര്. ആരാധനാലയങ്ങളിലെ ദർശനത്തിനും സൗഹൃദ സന്ദർശനങ്ങൾക്കുമായാണ് കേന്ദ്രമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ ദിനങ്ങൾ സുരേഷ് ഗോപി മാറ്റിവെച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.